16ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനമാണ് 2026 ജൂലൈ മാസം 1-ാം തീയതി പൂർത്തിയായത്. സഭാധ്യക്ഷനായ സ്പീക്കറായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ നിയന്ത്രണത്തിൽ വളരെ മികച്ച രീതിയിലാണ് 1-ാം സമ്മേളനം 16ാം കേരള നിയമസഭ പൂർത്തിയാക്കിയത്. ഇനി ഭരണ പ്രതിപക്ഷ നിരയുടെ പ്രകടനങ്ങൾ താരതമ്യം ചെയ്തു നോക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിയായിട്ടുള്ള വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിൽ ഒരു മിന്നും പ്രകടനമാണ് ഭരണമുന്നണിയായ UDF ഈ സഭാ സമ്മേളനത്തിൽ കാഴ്ചവെച്ചത് എന്ന് നമുക്ക് ആധികാരികമായി തന്നെ വിലയിരുത്തുവാൻ സാധിക്കും. മുഖ്യമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റിനെക്കുറിച്ചും പൊതുസമൂഹത്തിനിടയിൽ വലിയ പോസിറ്റീവ് റെസ്പോൺസുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. താൻ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ചും വളരെ കൃത്യമായി വിശദീകരിക്കുവാൻ ധനകാര്യ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രിക്ക് ഈ സമ്മേളന കാലയളവിൽ സഭയ്ക്കുള്ളിൽ സാധിച്ചിട്ടുമുണ്ട്. വി.ഡി. സതീശൻ്റെ മിന്നൽ പ്രകടനം മാത്രമല്ല, മന്ത്രിമാരെല്ലാവരും തന്നെ മികച്ച പ്രകടനമാണ് സഭയ്ക്കുള്ളിൽ കാഴ്ചവെച്ചത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും കൂടാതെ ഭരണമുന്നണിയുടെ ഭാഗമായിട്ടുള്ള MLA-മാരിൽ മുതിർന്നവരെന്നോ പുതുമുഖങ്ങളെന്നോ വ്യത്യാസമില്ലാതെ സംസാരിക്കാൻ ലഭിച്ച ഓരോ അവസരത്തിലും ഏറ്റവും മികച്ച രീതിയിൽ സഭയിൽ സംസാരിക്കുവാൻ UDF-ൻ്റെ MLA-മാർക്കും സാധിച്ചിട്ടുണ്ട്. മുൻ ഭരണപക്ഷത്തെ, അതായത് ഇപ്പോഴത്തെ പ്രതിപക്ഷമായിട്ടുള്ള LDF-നെ കടന്നാക്രമിക്കുവാനും MLA-മാർ ഈ സഭാ സമ്മേളന കാലയളവിൽ പ്രത്യേകം ശ്രദ്ധ നൽകുകയുണ്ടായിട്ടുണ്ട്. അങ്ങനെ UDF-ൻ്റെ ഭാഗത്തു നിന്ന് വളരെ ആധികാരികമായ ഒരു മിന്നും പ്രകടനം സംഭവിക്കുമ്പോൾ പ്രതിപക്ഷ നിരയുടെ കാര്യം അത്ര ആശാവഹമല്ല എന്നതും ശ്രദ്ധേയമാണ്. സ്വാഭാവികമായും നമ്പർ ഗെയിമിൻ്റെ ആനുകൂല്യം UDF-നാണുള്ളത്. 140 അംഗ കേരള നിയമസഭയിൽ 102 പേരും ഭരണമുന്നണിയായിട്ടുള്ള UDF-ൻ്റെ ഭാഗമാണ്. പ്രതിപക്ഷ നിരയുള്ള 38 MLA-മാരിൽ 35 പേരും പ്രധാന പ്രതിപക്ഷ മുന്നണിയായിട്ടുള്ള LDF-ൻ്റെ ഭാഗമാണ്. 3 പേർ BJP മുന്നണിയുടെ അല്ലെങ്കിൽ NDA മുന്നണിയുടെ വക്താക്കളാണ്. പ്രധാന പ്രതിപക്ഷമായിട്ടുള്ള ഇടതുമുന്നണിയെക്കുറിച്ച് പറയുമ്പോൾ ഈ പ്രതിപക്ഷത്തെ നയിക്കുന്നത് 10 വർഷക്കാലം കേരളത്തിൽ തുടർച്ചയായി മുഖ്യമന്ത്രി പദവി അലങ്കരിച്ചുകൊണ്ട് റെക്കോർഡ് സ്ഥാപിച്ചിട്ടുള്ള പിണറായി വിജയൻ തന്നെയാണ്. എന്നാൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ വെറും നിഴൽ മാത്രമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കുന്ന പിണറായി വിജയൻ എന്ന് നമുക്ക് പറയേണ്ടി വരും. ഭരണമുന്നണി തൻ്റെ സർക്കാരിനും തനിക്കുമെതിരെ ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങളെ ഏതെങ്കിലും രീതിയിൽ പ്രതിരോധിക്കുവാൻ കഴിയാതെ നിസ്സഹായനായി രാഷ്ട്രീയ അസ്തമയം കാത്തിരിക്കുന്ന ഒരു വന്ധ്യവയോധികനായിട്ട് മാത്രമേ പിണറായി വിജയനെ ഈ ഒരു സഭയിൽ നമുക്ക് സങ്കല്പിക്കുവാൻ കഴിയുകയുള്ളൂ. ആ സങ്കല്പത്തോട് 100% നീതി പുലർത്തുന്ന രീതിയിൽ തന്നെയാണ് പിണറായിയുടെ ശരീരഭാഷയും. എന്തെങ്കിലും ഒരു കാര്യം കൃത്യതയോടുകൂടി അവതരിപ്പിച്ചുകൊണ്ട് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുവാൻ ഈ സഭാ സമ്മേളനത്തിൽ ഉടനീളവും പിണറായിക്ക് സാധിച്ചിട്ടില്ല. പിണറായിയുടെ വലങ്കൈയായി സഭയിൽ പ്രതിപക്ഷ ഉപനേതാവ് എന്ന നിലയിൽ നിലയുറപ്പിച്ചിരിക്കുന്നത് മുൻ ധനകാര്യമന്ത്രിയായിട്ടുള്ള കൊട്ടാരക്കര MLA KN ബാലഗോപാലാണ്. എന്നാൽ KM ബാലഗോപാലിനും ആധികാരികമായി എന്തെങ്കിലും ഒരു കാര്യം സ്ഥാപിച്ചെടുക്കുവാൻ ഈ സഭാ സമ്മേളനത്തിനിടെ സാധിച്ചിട്ടില്ല. ബാലഗോപാലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന രോക്ഷപ്രകടനങ്ങളെപ്പോലും ഭരണപക്ഷ ബെഞ്ചുകൾ അല്ലെങ്കിൽ ട്രഷറി ബെഞ്ചുകൾ പരിഹാസത്തോടുകൂടി പുച്ഛിച്ചു തള്ളുന്ന കാഴ്ചയും നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ജനാധിപത്യ മര്യാദ ഇല്ലാത്തതിനാലോ പ്രതിപക്ഷ ബഹുമാനമില്ലാത്തതിനാലോ അല്ല ഭരണപക്ഷ ബെഞ്ചുകൾ ഇത്തരമൊരു സമീപനം ബാലഗോപാലിനോട് സ്വീകരിക്കുന്നത്. മറിച്ച് അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ തീരെയും കഴമ്പില്ലാത്തതുകൊണ്ടാണ് ബാലഗോപാലിനെ ഇത്തരത്തിൽ പരിഹാസ്യ കഥാപാത്രമാക്കി തീർക്കുന്നത്. ഏതൊക്കെയാണെങ്കിലും പ്രതിപക്ഷത്തെ ബാലഗോപാലിനോടും പിണറായി വിജയനോടും ഭരണപക്ഷ ബെഞ്ചുകൾക്ക് മാത്രമല്ല ഒരു പുച്ഛപരമായ സമീപനമുള്ളത്. നേരെ മറിച്ച് പൊതുവിൽ മലയാളികളും അവരോട് അത്തരമൊരു സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇനി മുഖ്യമന്ത്രിയുടെ മരുമകനും മുൻ മന്ത്രിയുമായിട്ടുള്ള CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിട്ടുള്ള ബേപ്പൂർ MLA മുഹമ്മദ് റിയാസിൻ്റെ കാര്യമെടുത്താലും കാര്യങ്ങൾ തീരെ മെച്ചമല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. മുഹമ്മദ് റിയാസ് എന്ന MLA പല രീതിയിലുള്ള പ്രസംഗങ്ങൾ വഴി സഭയിൽ ശ്രദ്ധ പിടിച്ചു പറ്റുവാനും തൻ്റെ വാദമുഖങ്ങൾ കൃത്യതയോടുകൂടി അവതരിപ്പിക്കുവാനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ടെങ്കിലും അതൊന്നും തീരെ ഫലപ്രദമാകുന്നില്ല. മുഹമ്മദ് റിയാസ് തൻ്റെ ഭാര്യയായിട്ടുള്ള വീണ വിജയൻ 2,78,00,000 രൂപയുടെ കരിമണൽ മാസപ്പടി കേസിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നേരിടുന്ന പശ്ചാത്തലത്തിൽ കൂടി അല്പം ദുർബലനാണ് എന്നും വിലയിരുത്തേണ്ടിയിരിക്കുന്നു. പിന്നെ മറ്റൊരു സീനിയർ അംഗം സഭയിൽ CPM-ന് വേണ്ടിയുള്ളത് എന്ന് പറയുന്നത് മുൻ മന്ത്രിയായിട്ടുള്ള ചെങ്ങന്നൂരിൻ്റെ ജനപ്രതിനിധി സജി ചെറിയാനാണ്. പതിവുപോലെ വിടുവായത്തരം പറയുവാൻ വേണ്ടി മാത്രമാണ് സജി ചെറിയാൻ സഭയിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. ഇരുന്നു കൊണ്ടും മറ്റുള്ളവരുടെ പ്രസംഗത്തിൽ കടന്നു കയറിക്കൊണ്ട് തടസ്സങ്ങൾ സൃഷ്ടിക്കുവാൻ ശ്രമിക്കുന്ന സജി ചെറിയാൻ തീരെയും ഒരു പരിഹാസ്യ കഥാപാത്രമായി സഭയ്ക്കുള്ളിൽ അധപതിക്കുന്നതും ഈ സമ്മേളന കാലയളവിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. CPIയുടെ മുതിർന്ന നേതാവായിട്ടുള്ള K രാജൻ സ്പീക്കർ അടക്കമുള്ളവരുടെ കയ്യിൽ നിന്ന് കണക്കിന് വാങ്ങിക്കൂട്ടി തീരെയും ഔഷധ ഗുണമില്ലാത്ത ഒരു പ്രതിപക്ഷ അംഗമാണ് താനെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന കാഴ്ചകൾക്കും ഈ സഭാ സമ്മേളനം സാക്ഷിയായി. എന്നാൽ ഇത്രമാത്രം ദൗർബല്യങ്ങൾ ഉള്ളപ്പോഴും ഈ സമ്മേളന കാലയളവിൽ CPM-ന് പ്രതീക്ഷ നൽകുന്ന ഒരു നേതാവ് സഭയ്ക്കുള്ളിൽ ഉദയം ചെയ്തിട്ടുണ്ട് എന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.
തനിക്ക് ലഭിച്ച പരിമിതമായ സമയം കൃത്യതയോടുകൂടി ഉപയോഗിച്ചുകൊണ്ട് വളരെ ആധികാരികമായി വളരെ ഫലപ്രദമായി UDF സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന വാദമുഖങ്ങൾ പ്രേംകുമാറിന് ഈ സഭാ സമ്മേളനത്തിനിടെ അവതരിപ്പിക്കുവാൻ സാധിച്ചു. ധനാഭ്യർത്ഥന ചർച്ചകൾക്കിടയിലാണ് പ്രേംകുമാറിന് ഒറ്റപ്പാലം MLA ആയിട്ടുള്ള K. പ്രേംകുമാറിന് 7 മിനിറ്റ് സമയം പ്രസംഗിക്കുവാനായി സ്പീക്കർ കസേരയിലുണ്ടായിരുന്ന ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ അനുവദിച്ചു നൽകിയത്. ഈ 7 മിനിറ്റിനിടയിൽ വിവിധ വിഷയങ്ങൾ വളരെ കൃത്യതയോടുകൂടി അവതരിപ്പിച്ചുകൊണ്ടാണ് UDF സർക്കാരിനെ പ്രതിരോധത്തിലാക്കുവാൻ K. പ്രേംകുമാർ ശ്രമിച്ചത്. K. പ്രേംകുമാറിൻ്റെ വാദമുഖങ്ങൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കി എന്നല്ല ഞാൻ പറയുന്നത്, നേരെ മറിച്ച് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുവാൻ ഉതകുന്ന രീതിയിലുള്ള മികച്ച വാദമുഖങ്ങളാണ് പ്രേംകുമാർ ഈ സമ്മേളനത്തിൽ അവതരിപ്പിച്ചത് എന്നാണ്. പിണറായി വിജയൻ്റെയും KN ബാലഗോപാലിൻ്റെയും മുഹമ്മദ് റിയാസിൻ്റെയും സജി ചെറിയാൻ്റെയും K. രാജൻ്റെയും എല്ലാം ദുർബലമായ പ്രകടനം വെച്ച് താരതമ്യം ചെയ്തു നോക്കുമ്പോൾ പ്രതിപക്ഷ നിരയിലെ സൂപ്പർ സ്റ്റാർ പ്രേംകുമാറാണ് എന്ന് വേണമെങ്കിലും പറയാം. സംസ്ഥാനത്തെ ആകെ കടബാധ്യതയുടെ കണക്കുകളും ശതമാന കണക്കുകളും PM ശ്രീ പോലുള്ള വിഷയങ്ങൾ, വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണം, അതുപോലെ തന്നെ ആശാവർക്കർമാർക്ക് പ്രഖ്യാപിച്ച ഓണറേറിയം നടപ്പാക്കാത്ത സർക്കാരിൻ്റെ നിലപാട് എന്നിങ്ങനെ വിവിധ വിഷയങ്ങൾ വളരെ സമഗ്രമായി അവതരിപ്പിച്ചുകൊണ്ടാണ് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ സഭയ്ക്കുള്ളിൽ പ്രേംകുമാർ കത്തിക്കയറിയത്. അതിനാൽ തന്നെ പ്രതിപക്ഷ നിരയിൽ UDF ഏറ്റവും അധികം ഭയപ്പെടേണ്ട ഒരു സാമാജികൻ എന്ന നിലയിലേക്ക് ആദ്യ സഭാ സമ്മേളനം കഴിയുമ്പോൾ ഉയർന്നു വരുന്നതും K. പ്രേംകുമാറാണ്. പ്രേംകുമാറിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ MLA എന്ന നിലയിലുള്ള 2ാം ടേമാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി അദ്ദേഹം ഒറ്റപ്പാലത്ത് നിന്ന് മത്സരിച്ച് വിജയിക്കുന്നത്. 15,000-ൽ പരം വോട്ടുകൾക്ക്. ഇന്ന് CPMൻ്റെ സഹയാത്രികനായിട്ടുള്ള അന്നത്തെ കോൺഗ്രസിൻ്റെ യുവ നേതാവായിരുന്ന P. സരിനെയാണ് പ്രേംകുമാർ കന്നി പോരാട്ടത്തിൽ പരാജയപ്പെടുത്തിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM വിമതനായിരുന്ന PK ശശിക്കെതിരെ 25,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പ്രേംകുമാർ ഒറ്റപ്പാലത്ത് നിന്ന് വിജയിച്ചു കയറിയത്. ഒറ്റപ്പാലത്ത് നിന്ന് കടുത്ത UDF തരംഗത്തിനിടയിൽ അല്ലെങ്കിൽ UDF കൊടുങ്കാറ്റിനിടയിൽ പ്രേംകുമാർ നേടിയ 25,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജനകീയതയുടെയും MLA എന്ന നിലയിലുള്ള മികവിൻ്റെയും കൂടി പ്രതിഫലനമാണ് എന്ന് നമ്മൾ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. ഏതൊക്കെയാണെങ്കിലും സഭയിൽ പ്രതിപക്ഷ നിരയുടെ LDFൻ്റെ അഭിമാനം രക്ഷിച്ച പ്രേംകുമാറിൻ്റെ ആ പ്രസംഗത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. എന്താണ് സർ ബജറ്റിന്റെ നയം? ഇപ്പൊ പറയാണ് കേരളം കടം കയറി മുടിയാണത്രേ. രാജ്യത്ത് 28 സംസ്ഥാനങ്ങളുണ്ട്. കേരളം കടത്തിന്റെ കാര്യത്തിൽ എത്രാം സ്ഥാനത്താണ്? 10ാം സ്ഥാനത്താണ് കേരളം. VS ഗവൺമെന്റ് പടിയിറങ്ങി പോകുമ്പോൾ ഉണ്ടായിരുന്ന കടത്തേക്കാൾ 100.03% ഉമ്മൻചാണ്ടി സർക്കാർ പടിയിറങ്ങി പോകുമ്പോഴുള്ള കടം. ശതമാനം 100.03%. ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്തുള്ളതിനേക്കാൾ ഇറങ്ങിപ്പോകുമ്പോഴുള്ള കടത്തിന്റെ വർധനവ് 59.23%. 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പുള്ള കടത്തിന്റെ ശതമാനം 45.66%. ഇതാണ് കടത്തിന്റെ ശതമാനം. എന്തായിരുന്നു UDF നൽകിയ വാഗ്ദാനം? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ ആശാമാരുടെ ഓണറേറിയം 21,000 ആക്കും. ആക്കിയോ? സാമൂഹ്യക്ഷേമ പെൻഷൻ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ വർദ്ധിപ്പിക്കും. ഒരു നയാ പൈസ വർദ്ധിപ്പിച്ചോ? RSSന് കുടപിടിക്കുന്ന ഒരു ഗവൺമെന്റ് ഈ കേരളത്തിൽ ഉണ്ട് എന്നതുകൊണ്ടാണ് 2022 തുടങ്ങിയതാ PM ശ്രീ. കോൺഗ്രസിന് നയമില്ലേ? കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമില്ലേ? തെലങ്കാനയിൽ കർണാടകയിൽ PM ശ്രീ നടപ്പിലാക്കിയിട്ടില്ലേ? ഒരു ദേശീയ പാർട്ടിക്ക് കേരളത്തിൽ ഒരു നിലപാടും മറ്റ് സംസ്ഥാനങ്ങളിൽ വേറൊരു നിലപാട് വേണോ? കരിക്കുലത്തിന്റെ കാര്യം പറയുമ്പോ നിലമ്പൂർ അംഗത്തിന് 100 നാവായിരുന്നു. എന്തേ കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയായിട്ട് കർണാടകയിൽ തെലങ്കാനയിൽ എന്ത് സമീപനമാണ് PM ശ്രീയോട് നിങ്ങൾ സ്വീകരിച്ചത്? RSS നേതാവ് വിളിച്ച യോഗത്തിൽ ഈ സംസ്ഥാനത്തെ ഏറ്റവും പരമോന്നത പദവിയിലുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ദിശാബോധം നൽകേണ്ട വൈസ് ചാൻസലർമാർ പങ്കെടുക്കുന്ന RSSന്റെ അജണ്ടയിലേക്ക് കേരളം പോകുന്ന കാഴ്ചയാണ്, നയവ്യതിയാനമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 15 വർഷത്തെ മദ്യ വിൽപ്പനയുടെ കണക്കുണ്ട്. ഏറ്റവും കൂടുതൽ മദ്യം വിൽപ്പന നടത്തിയ കാലമേത്? 2012-13. ആരാണ് മുഖ്യമന്ത്രി? ശ്രീ ഉമ്മൻചാണ്ടി. വീരം കുറഞ്ഞ മദ്യം ഉൾപ്പെടെയുള്ള ഏറ്റവും ഉയർന്ന വിൽപ്പന 244.33 ലക്ഷം കേസ്. 8 രൂപ പെട്രോളിനും ഡീസലിനും കൂടിയല്ലോ 15 ദിവസം കൊണ്ട് ഈ ഗവൺമെന്റ് വന്നപ്പോ. 1 ലിറ്റർ ഡീസലിൽ നിന്ന് 2 രൂപയും 1 ലിറ്റർ പെട്രോളിൽ നിന്ന് 2 രൂപയും 4 രൂപ 1 ലിറ്റർ പെട്രോളും ഡീസലും വിറ്റാ കിട്ടല്ലേ? ആ നീതി വേണ്ടാന്ന് വെച്ചോ? ഭരണത്തിൽ വരുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു നിലപാട്, ഭരണത്തിൽ വന്നപ്പോൾ നിങ്ങൾക്ക് വേറെ നിലപാട്. 10,000-കണക്കിന് വരുന്ന പ്രൈവറ്റ് ബസ് തൊഴിലാളികൾ അവരുടെ അന്നം മുടങ്ങുന്ന നിലയിലേക്ക് പോകുന്നു. നിങ്ങൾ പഠിക്കാൻ സമയമെടുത്തോ? അവർക്ക് പാക്കേജ് പ്രഖ്യാപിച്ചോ?
അവരുടെ കുടുംബത്തെ കണ്ടോ? അവരുടെ കണ്ണീര് കണ്ടോ? ഈ സർക്കാരിന് നികുതി അടയ്ക്കുന്ന സർക്കാർ മുന്നോട്ട് വെക്കുന്ന എല്ലാ നയങ്ങളും നിയമങ്ങളും പാലിച്ചുകൊണ്ട് സർവീസ് നടത്തുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യവസായ മേഖലയിൽ പണിയെടുക്കുന്നവരുടെ ജീവിതത്തെ ഏതെങ്കിലും നിലയിൽ പരിഗണിക്കാൻ ഈ ഗവൺമെന്റിന് സാധിച്ചോ? നമ്മുടെ നാടിന്റെ ജനങ്ങളുടെ അവർക്ക് നൽകിയ ഉറപ്പ് പാലിക്കുന്നതിലല്ല, ഈ നാടിനെ ഒരു വ്യത്യസ്തമായ ദിശയിൽ പിറകോട്ട് നയിക്കുന്ന, മുന്നോട്ടും മുകളിലോട്ടും നയിക്കുന്നതാണ് വികസനമെങ്കിൽ, പുരോഗതിയെങ്കിൽ പിന്നോട്ടും പിറകിലോട്ടും ഈ കേരളത്തെ നയിക്കുന്നതിന് ദിശാസൂചകമാകുന്നതാണ് ഈ ബജറ്റ് എന്നതുകൊണ്ട് ഈ ധനാഭ്യർത്ഥനകളെ ഒരിക്കൽ കൂടി എതിർത്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.